ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചു. വോട്ടിംഗ് റേറ്റ് ഉണ്ട്, 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും വോട്ട് ചെയ്യാം. പക്ഷെ ജെൻസിയിൽപ്പെട്ട പലരും വോട്ട് ചെയ്യുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ വോട്ടുപാട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് ജെൻസിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അവയർനെസ് കൊടുക്കാൻ ഗെയിംസ് ആഡ്സ് ഉറപ്പായിട്ടും അത് ഫോക്കസ്ഡാണ്. ആ ഒരു സാധനം ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഇൻവോൾവ് ആവുമെന്ന് എനിക്ക്. സോഷ്യൽ മീഡിയ ഇത്രയും കൂടെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പല ഇൻഫ്ലുവൻസേഴ്സും ഇപ്പോൾ വോട്ടിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ നോക്കി വോട്ട് ചെയ്യുക. ഒരുപാട് യൂത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വട്ടം യൂത്തിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ ശതമാനം വോട്ട് വരും. ഇപ്പം മിക്ക പൊളിറ്റീഷ്യൻസ് ആയാലും ഇപ്പോൾ പിണറായി വിജയൻ തന്നെ ഇപ്പം എന്തോരം യൂട്യൂബേഴ്സിനാണ് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി. അത് മെയിനായിട്ട് യൂത്തിനെ ഫോക്കസ് ചെയ്യാനായിട്ടാണ് എന്നാണ് തോന്നുന്നത്. ഇനി വരാൻ പോണ കാലം യൂത്ത് ആയിരിക്കുമല്ലോ ഇനി ഭരണവും എല്ലാം. പിന്നെ ആ ഒരു മീൻസ് ഒക്കെ മാറ്റി, അവർ ഉപയോഗിക്കുന്ന ടൂൾസ് എല്ലാം മാറ്റി ഇപ്പം യൂട്യൂബിലേക്ക് വരുന്നതും പോഡ്കാസ്റ്റിലേക്കൊക്കെ വരുന്നത്. പിന്നെ അവരുടെ ഡിസൈൻസും, അതായത് ഓരോ പാർട്ടിയുടെയും ഡിസൈൻസും പതുക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ടിപ്പിക്കലി കാണുന്നൊരു ഡിസൈനിൽ നിന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് LDFൻ്റെ പോസ്റ്റേഴ്സും ബിൽ ബോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പുതിയൊരു കളർ തീം കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ സ്റ്റാറ്റസ് വീഡിയോ ആയാലും ഇത്രയും കൂടെ അട്രാക്റ്റീവ് ആയിട്ടൊരു സാധനം കൊണ്ടുവരുന്നുണ്ട് അവർ.